പരിമിതികളാണ് എൻ്റെ പടവുകളെന്ന വാചകം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന നടൻ വിജയകൃഷ്ണനാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. ശ്രീ വിജയകൃഷ്ണൻ, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ശ്രീ വിജയകൃഷ്ണനൊക്കെ പറഞ്ഞപ്പോഴേ കാരണം അക്ഷയമായി ഞാനും ഓൾറെഡി സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു ആഡ് ചെയ്തിട്ടുള്ള ബന്ധമാണ്. ശ്രീ വിജയകൃഷ്ണൻ പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ഫോർമൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. വേണ്ട ആരും പറഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ശ്രീ വേറെ എവിടേക്ക് പോയ പോലെയൊക്കെ തോന്നുന്നു. എന്തായാലും എവിടേക്ക് എത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ നമ്മൾ ശ്രീ ചേർക്കുന്നത്. അതിലൊരു വലിയ കാര്യമില്ല എന്ന് വിചാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്നാമത്തെ കാര്യം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിലുമുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, ഇതൊക്കെ കാരണമാണ് നമുക്കതിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എവിടെയെങ്കിലും എത്തുക എന്നത് ഒരു കാര്യമല്ല. കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട്, കുറേ ഇനിയും യാത്ര പോകാനുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ എവിടെയും എത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഒരുപാട് പ്രൊജക്ട്സ് ഇപ്പം ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു സിനിമ എന്നുള്ള ഒരു വിത്ത് മനസ്സിൽ വീണത്? എപ്പോഴായിരുന്നു ശരിക്കും? ഞാൻ കലോത്സവത്തിലൂടെ ആണ് ശരിക്കും കലാരംഗത്തേക്ക് വരുന്നത്. സ്കൂൾ കലോത്സവത്തിലെ വിന്നറായിട്ട്. വിന്നർ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ പൂക്കോട്ടുംപാടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിമിക്രി വിന്നർ, സബ് ജില്ലാ വിന്നർ, ജില്ലാതലത്തിൽ സെക്കൻഡ് പ്ലേസ് ആയിരുന്നു കിട്ടിയത്. പക്ഷെ അത് നമുക്കൊരു ഫസ്റ്റ് പ്രൈസ് വിന്നറെ പോലെ ഉള്ള ഒരു സ്വീകാര്യത കിട്ടിയിരുന്നു ആ സമയത്ത്. അപ്പോഴൊക്കെ അതിൻ്റെ മുൻപും ഈ സിനിമ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഉള്ളിലുണ്ട്. വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള അന്ന് ആ ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ ഫിസിക്കലി ആയിട്ടുള്ള അപ്പിയറൻസിനെ കണക്ട് ചെയ്തിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമ ആഗ്രഹം എന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വിത്ത് അവിടെ മുളച്ചിട്ടുണ്ടായിരുന്നു. ഈ കലോത്സവം കഴിഞ്ഞു. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ സിനിമ ട്രൈ ചെയ്തുകൂടെ എന്നുള്ളൊരു സാധനം ഇങ്ങനെ നമ്മളോട് ചോദിച്ചു തുടങ്ങി. അപ്പോഴൊന്നും പക്ഷെ നമ്മൾ സീരിയസ് അല്ലല്ലോ, ഈ ഒരു പ്രൊഫഷനെ കുറിച്ച് സീരിയസ് അല്ല. പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മൾ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് 10ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു അത്ഭുതദ്വീപ് തുടങ്ങുന്നത്. അത്ഭുതദ്വീപിൽ വരുന്നത് ഫസ്റ്റ് സിനിമ. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അഭിനയൻ സാറാണ് ആദ്യ ഗുരു. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കുറച്ചുകൂടി നമ്മൾ സിനിമ കൊള്ളാം, സിനിമ എന്ന ഒരു പരിപാടിയാണ് എൻ്റെ ലൈഫ് എന്നിങ്ങനെ തോന്നി തുടങ്ങിയത്. അതെ. എന്നാലും ഈ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ട് നമ്മൾ സീരിയസ് ആയിട്ടില്ല. പിന്നീട് ചാനൽ പ്രോഗ്രാം ഒന്ന് മഴവിൽ മനോരമ കോമഡി ഫെസ്റ്റിവലിലെ ടീം മെമ്പറായി. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അതിന് ശേഷമായിരിക്കും പക്ക സിനിമയാണ് എൻ്റെ പ്രൊഫഷൻ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം, എൻ്റെ വരുമാനം എന്ന് ഞാൻ തീരുമാനിച്ച് ഇറങ്ങിയത്. ശരിക്കും എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ശ്രദ്ധിക്കപ്പെട്ടത് നമ്മുടെ ഷഹദിൻ്റെ ഒരു ഷോർട്ട് ഫിലിമായിരുന്നു ഒപ്പന. അത് ഇറങ്ങിയപ്പോഴാണ് കൂടുതൽ ആൾക്കാർ വീക്കെന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. അതിന് മുൻപ് നമ്മളിങ്ങനെ കുറേ സിനിമകളുടെ ഭാഗമാവാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ആ ഷോർട്ട് ഫിലിം, അതിലെ ക്യാരക്ടറും ഞാൻ 2 കാലഘട്ടം, അതായത് എൻ്റെ ചെറിയ പ്രായം, എൻ്റെ കുറച്ച് പ്രായമായിട്ടുള്ള അങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഒന്നാമത്തെ കാര്യം, ആ ഒരു ഷോർട്ട് ഫിലിം നമുക്കൊരു ടീം വർക്കായിരുന്നു. നമ്മളെ കൂട്ടുകാരന്മാരുടെ ഒരു സൗഹൃദ പരിപാടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കപ്പ് ഭയങ്കരമായിരുന്നു. അതിൽ ആർട്ടിസ്റ്റുകളാണെങ്കിലും ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുന്നവരാണെങ്കിലും ഒക്കെ എല്ലാം നമ്മൾ ആൾക്കാരാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തി, അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു അതിലെ സോങ്സും ഒക്കെ. അപ്പോൾ അത് വലിയ രീതിയിൽ പേഴ്സണലി എനിക്കും റീച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാൻ പറ്റുവാണെങ്കിൽ ഈ ഹൃദയമായിരുന്നു ഒരു വലിയൊരു ബ്രേക്ക് തന്നതെന്ന് തോന്നുന്നു. തോന്നുന്ന ഒരു ചെറിയ റോളാണ്, എന്നാൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റോളായിരുന്നു തന്നത്. അതെ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എൻ്റെ പ്രൊഫഷണൽ കരിയറിലെ ഒരു സെക്കൻഡ് സ്റ്റേജ് ആയിട്ടാണ് ഞാൻ ഹൃദയം എന്ന് പറഞ്ഞ സിനിമ കാണുന്നത്. അതായത് അതുവരെ വിജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ആക്ടർ ഇവിടെ ഉണ്ട്, പല സിനിമകളും ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട്. പക്ഷേ വിനീതേട്ടൻ്റെ ആ സിനിമ ഹൃദയം എന്ന് പറഞ്ഞ സിനിമ വന്നതിന് ശേഷം ഉണ്ടായിട്ടൊരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അതായത് ആ സിനിമ ആളുകൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അക്സെപ്റ്റൻസ് കിട്ടിയൊരു സിനിമയായിരുന്നു. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ റിലീസായതിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് ഇൻഡസ്ട്രിക്ക് ഒരു ഉണർവുണ്ടാക്കിയ സിനിമയായിരുന്നു. അപ്പോൾ ആ സിനിമയിലെ ക്യാരക്ടർ, ആ സിനിമയിലെ വിജയൻ വരിക്കപ്പാറ എന്ന് പറഞ്ഞ ക്യാരക്ടർ എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് സിനിമാക്കാരിലേക്ക് മൊത്തത്തിലെത്തി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ.
അതുകൊണ്ട് തന്നെ നമ്മൾ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം മറ്റൊരു ഡയറക്ടറോ റൈറ്ററോ വിളിച്ചൊരു അവസരം ചോദിക്കുമ്പോൾ നമ്മൾ ഇന്ന ആളാണ് എന്ന് പറയുമ്പം അറിയാം പെട്ടെന്ന് തന്നെ കണ്ടുപരിചയമുണ്ട്. അതെ അതെ അതെ, അല്ലെങ്കിൽ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമെന്ന് പറയുന്ന ഒരു സാധനം അതേ ഒരു രീതിയിലാണ് നമുക്ക് ആളുകളിലേക്ക് സാധാരണ പ്രേക്ഷകരിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴും ഇതാണ് ഹൃദയത്തിലെ മറ്റേ ചേട്ടനല്ലേ, ഹൃദയത്തിലെ ക്യാനീനിലെ ചേട്ടനല്ലേ, വരിക്കപ്പാറ ചേട്ടനല്ലേ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അതെനിക്ക് തോന്നുന്നത് വലിയൊരു അക്സെപ്റ്റൻസ് ആണ് ഒരു ആക്ടർ എന്ന രീതിയിൽ. അത് ബ്രേക്ക് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എനിക്കൊരു സെക്കൻഡ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഹൃദയത്തിലെ ക്യാരക്ടർ. നിലമ്പൂരാണല്ലോ സ്വദേശം, പൂക്കോട്ടുംപാടം. എറണാകുളത്തേക്ക് വന്ന് നമ്മളിപ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ചാൻസ് ചോദിച്ചത് തുടക്കത്തിൽ? അത് സത്യം പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒന്നാമത്തെ കാര്യം നമുക്കിവിടെ പിടിച്ച് നിൽക്കുക എന്നതൊരു വലിയ പ്രശ്നമായിരുന്നു. ഇന്നത്തെ പോലെ പിന്നെ എന്താ പറയുക, കുറേ സൗകര്യങ്ങളില്ല. അപ്പം ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടി കൂടുതൽ അവസരങ്ങൾ ചോദിക്കാനും ഇൻസ്റ്റഗ്രാം പോലത്തെ മീഡിയാസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൽ പെർഫോം ചെയ്യാനുള്ള റീൽസ് പോലത്തെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അന്ന് ഇത്രയൊന്നും സംഗതികളില്ല. ഒരു വണ്ടി വിളിച്ച് പോകാൻ പോലും നമുക്ക് എന്താ പറയുക, അന്നത്തെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ നമ്മളതിന് പറ്റില്ല. അതൊരു കാര്യം. പിന്നെ പല പല കാര്യങ്ങളും ഇപ്പോൾ ആലോചിക്കുമ്പം ഇതൊക്കെ സംഭവിച്ചു പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് നമ്മൾ അന്വേഷിക്കും, പടത്തിൻ്റെ പൂജ, ഓഡിയോ ലോഞ്ച്, നമ്മൾ അവിടെയൊക്കെ കയറി ചെല്ലും. നമ്മളാരും വിളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, നമ്മൾ ചെല്ലും. അതേപോലെ പരിപാടികൾക്ക് പോവും. അതേപോലെ വെറുതെ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങുമ്പോൾ പോലും കൊച്ചിത്തെ ഒരു പ്രത്യേകത അതാണല്ലോ, വെറുതെ ചായ കുടിക്കാൻ അറിയാൻ പോലും ഏതെങ്കിലും ഒരു സിനിമാക്കാരൻ നമ്മൾ മിനിമം കാണും. അപ്പം എവിടെ തട്ടിമുട്ടിയ സിനിമാക്കാരാണ്. അങ്ങനെ കണ്ടുണ്ടായ ബന്ധങ്ങൾ തന്നെയാണ്. ഈ സിറ്റിയിൽ വന്നതിന് ശേഷം നമുക്കുണ്ടായ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിൽ നിന്ന് പലരും ആണ് നമ്മൾ അവിടെ നിന്നാണ് ഒരാളെ അങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്, മറ്റൊരാളെ കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ശരിക്കും ഒരുപാട് ഡയറക്ടേഴ്സിനെയും റൈറ്റേഴ്സിനെയും ഒക്കെ അവരുടെയൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായി മാറിയതും കുറച്ചും കൂടി കൂടുതൽ സിനിമകളിലേക്ക് എത്തി തുടങ്ങിയതും അങ്ങനെയാണ് ശരിക്കും ഇവിടെ വന്നിട്ടുള്ള പരിചയം. അതെ അതെ. ഏതാണ് ഇപ്പോൾ പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്? ഇപ്പം ഓൺഗോയിങ് എന്തെങ്കിലും പ്രൊജക്ട്സ് ഉണ്ടോ? ചെയ്ത ഒരു 4-5 സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്, അതിനുള്ള വെയിറ്റിംഗ് ആണ്. ഇപ്പം ഇന്ന് ഒരു പടത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ എത്തിയത്. അത് ടൈറ്റിൽ അനൗൺസ് ചെയ്യാൻ പുറത്ത് അനൗൺസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പേര് പറയുന്നില്ല. ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ടുള്ള സിനിമയാണ്. തോംസൺ എന്ന് പറഞ്ഞിട്ടുള്ള തോംസൺ ചേട്ടനാണ് ഡയറക്ടർ. അതാണിപ്പം ഏറ്റവും ലാസ്റ്റ് ചെയ്ത സിനിമ. പിന്നെ പറഞ്ഞ പോലെ ചെയ്ത പോലെ 4-5 പടങ്ങൾ വരാനുണ്ട്. അടുത്ത പ്രൊജക്റ്റ് ഏതാണ്? ചെയ്ത് റിലീസാവാനൊരു 5 സിനിമകൾ ഉണ്ട്. അപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പടം ഷൂട്ട് കഴിഞ്ഞു. ധ്യാൻ നായകനായിട്ടുള്ള തോംസൺ എന്ന് പറഞ്ഞിട്ടുള്ള തോംസൺ ചേട്ടനാണ് ഡയറക്ടർ. അതാണിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഷൂട്ട് കഴിഞ്ഞ് നിൽക്കുന്ന സിനിമ. നിലവിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെയ്യാൻ പോകുന്നത് 1-2 പ്രൊജക്റ്റ് ജസ്റ്റ് ടോക്ക് നടക്കുന്നുള്ളൂ, ഫൈനൽ പറയാറായിട്ടില്ല. ഈ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലെങ്ങനെയായിരുന്നു ആദ്യത്തെ റെസ്പോൺസ്? അത് ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം അതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ, അതായത് സിനിമയിലേക്ക് എത്തുന്ന മുൻപ് തന്നെ അച്ഛൻ്റെ മരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂടെ നിന്ന ഒരാളായിരുന്നു അമ്മ. ഞാനെന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയണ എൻ്റെ ലക്ഷ്യം എന്താണോ, എൻ്റെ സ്വപ്നം എന്താണോ, അതിനെല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിരുന്നു അമ്മ. ഒരുപാട് പുറത്തുള്ളപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപക്ഷെ ബന്ധുക്കൾ അല്ലെങ്കിൽ നാട്ടുകാർ, അങ്ങനെ കുറേ ആൾക്കാരുടെ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ എപ്പോഴും നമ്മുടെ എന്താ പറയുക കട്ടയ്ക്ക് സപ്പോർട്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം അതാണ്. ഫാൻസ് ഉണ്ടോ? ഫാൻ ഫോളോയിങ് ഉണ്ടോ? ഇൻസ്റ്റയിൽ മെസ്സേജ് വരാറുണ്ടോ? ഫാൻസ് നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചാൽ പരിചയമില്ലാത്ത ആളുകൾ ഒരു ആക്കലുണ്ടോന്ന് അല്ല ഞാൻ ചോദിച്ചതാണ്, ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്കിലും അതൊക്കെ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച അത് 10-17 വയസ്സുള്ളൊരു പെൺകുട്ടി ഒരു ഫോളോ റിക്വസ്റ്റ് വന്നു. അപ്പോൾ അവൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ നമ്മുടെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പം നോർമലി സാധാരണ വരുന്ന പോലത്തെ ഞാൻ അങ്ങനെ വിചാരിച്ചുള്ളൂ. അപ്പോൾ മെസ്സേജ് അയച്ചു, സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഈ കുട്ടി 2 വർഷം മുൻപ് റിലീസായ ഹൃദയം
കണ്ടപ്പോൾ തന്നെ ഞാൻ ചേട്ടനെ നോട്ട് ചെയ്തായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ പേരറിയില്ല. എന്താ പറയുക, പ്രണവിൻ്റെ പ്രൊഫൈലൊക്കെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ID കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാലോ പരിപാടി. അപ്പം വിജയകൃഷ്ണൻ്റെ ID വെളിപ്പെടുത്താൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും വിജയകൃഷ്ണൻ AB എന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാം. പെണ്ണുങ്ങൾക്ക് എന്തായാലും പെൺപിള്ളേർക്ക് അയക്കണമെങ്കിൽ വിജയകൃഷ്ണൻ AB എന്ന ഇൻസ്റ്റാഗ്രാം ID കയറി നോക്കിയാൽ മതി. നല്ല പേര് ദോഷം ഓൾറെഡി ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ. പിന്നെ ഈ പേര് ദോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്ന ആളാണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പം ആ കുട്ടി മെച്യൂരിറ്റി ലെവലാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതായത് അത്ര ആ ഒരു പ്രായത്തിൽ പറഞ്ഞാൽ 10, 26, 30 വയസ്സുള്ള പെൺകുട്ടികൾ സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെ മെച്യൂരിറ്റി നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഒരു ബോധമില്ലാത്ത രീതിയിൽ അതെ ഇല്ലാന്ന് വിചാരിക്കുന്ന ആളെന്നെ ഞാൻ. കാരണം നമുക്ക് ഇത്രയും നമ്മൾ ഏജ് ഉണ്ടായിട്ട് പോലും ഞാൻ മെച്യൂർഡായി ഞാൻ വിചാരിക്കാറില്ല പലപ്പോഴും. നമുക്ക് നമ്മുടെ പല എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പല ആൾക്കാരോട് സംസാരിക്കുമ്പോഴൊക്കെ മെച്യൂരിറ്റി ഇല്ലായ്മ ഇപ്പോഴും നമുക്കുണ്ടെന്ന് വിചാരിക്കും. അത് അങ്ങനെ വിചാരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെ വലിയ രീതിയിൽ ആധികാരികമായിട്ട് ലൈഫിനെ കുറിച്ച് സംസാരിക്കുക, സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കുക, അയാൾക്ക് ആ കുട്ടിയുടെ ചുറ്റുമുള്ള പരിമിതികളെ കുറിച്ച് ഇതൊക്കെ നമ്മുടെ അഡ്വൈസ് ചോദിക്കുകയാണ്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക, ഇത് ചേട്ടാ എന്താ ചെയ്തത്, ഇത് ഞാനിങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇതങ്ങനെ ചെയ്താൽ പ്രശ്നമുണ്ടോ. അപ്പം നമ്മളെ സംസാരം മൊത്തം ഈ ലെവലിൽ കാര്യങ്ങളാണ്. അപ്പം എനിക്ക് തോന്നുന്നു എനിക്കും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്വയം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ. ഒരാളോട് ഇപ്പം മറ്റൊരാളോട് സംസാരിക്കുമ്പം അയാളുടെ തോട്ട്സുകളും നമ്മളിലേക്ക് എത്തുകയാണ്. നമ്മൾ അങ്ങോട്ട് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കും. അപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു വലിയ രീതിയിലുള്ള എനർജി വരിക, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ആവാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു ആ കുട്ടി പറഞ്ഞ ചില പോയിൻറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയതും ഭയങ്കര മെച്യൂരിറ്റി ലെവലായിട്ട് തോന്നിയൊരു സംഗതിയാണ്. എന്താ പറയുക, ചേട്ടന് കല്യാണാലോചനകൾ വന്നിട്ടുണ്ടോ, കല്യാണം കഴിക്കാത്ത എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പം അത് പ്രേമം പ്രണയം പരിപാടിയൊന്നും അല്ല കേട്ടോ. അപ്പം എന്താ പറയുക, ആ കുട്ടിയുടെ ഐഡൻറ്റിറ്റി എന്തായാലും പറയുന്നില്ല. ഒരു പക്ഷേ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ ഞാൻ ചേട്ടനെ കല്യാണം കഴിച്ചേനെ. എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുമല്ലോ, അത് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. കാരണം അത്രയും ഒരു വേറൊരു ലെവലിൽ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടി. അത് ഞാൻ കഴിഞ്ഞ ദിവസം ലൊക്കേഷനിൽ നിന്ന് ഹെയർ സ്റ്റൈലിസ്റ്റ് ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ ചേച്ചീൻ്റെ കുറേ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ ആ ചേച്ചി ഭയങ്കര കുറച്ച് പ്രായമുള്ളൊരു ചേച്ചിയാണ്. അത് ഭയങ്കര വലിയ കാര്യമായിട്ട് അത് വിജയകൃഷ്ണ എനിക്ക് തോന്നിയത്. അതത്ര ഒരു ചെറിയൊരു പെൺകുട്ടി അല്ലെങ്കിൽ സാധാരണ ഒരു പെൺകുട്ടി സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ കാര്യമാണ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഫാൻ ഫോളോയിങ് എന്നതിനപ്പുറത്തേക്ക് നമ്മളൊരു ആക്ടർ എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന കുറേ ഇങ്ങനത്തെ കുറേ അനുഭവങ്ങളുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. കുറേ രീതിയിലുള്ള ബന്ധങ്ങൾ, പിന്നെ ആൺകുട്ടികൾ സംസാരിക്കാറുണ്ട്, അവരുടെ കുറേ എക്സ്പീരിയൻസ് പറയും, അവരുടെ കുടുംബത്തിൽ ഇതേപോലെ അവർ അനുഭവിക്കുന്ന പ്രഷറുകൾ. അപ്പോൾ നമ്മളെപ്പോഴും പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ മാത്രമാണല്ലോ നമ്മളെപ്പോഴും ബൂസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും അത് പൊതുവെ സമൂഹത്തിൽ അങ്ങനെയുള്ളൂ. അപ്പോൾ ഇവരെ കുറേ പ്രശ്നങ്ങളൊക്കെ പറയും. അപ്പം അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. ഞാൻ ഫാൻ ഫോളോയിങ് എന്ന വാക്കിനപ്പുറത്തേക്ക് ഞാൻ ഫ്രണ്ട്സ് എന്നത് നേരത്തെ പറയാൻ കാരണം, കുറേ ബന്ധങ്ങളുണ്ടായി എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. വിജയകൃഷ്ണന് പ്രേമമുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. എപ്പോഴും പ്രണയം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമയോടല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് ഓൾറെഡി നമ്മുടെ ലൈഫും നമ്മുടെ ബ്ലഡും നമ്മുടെ എല്ലാമാണ്. അതിപ്പോൾ സ്ഥിരം അതൊരു ക്ലീശ ഡയലോഗാവും. എൻ്റെ കാമുകി സിനിമയാണ്, സിനിമയ്ക്ക് അപ്പുറത്തൊരു കാമുകില്ല എന്നൊക്കെ പറഞ്ഞാൽ ക്ലീശ ഡയലോഗാവും. അത് പറയേണ്ട കാര്യമല്ല, കാരണം അതവിടെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് വേറൊന്നുമില്ല. കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഏതൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. മമ്മൂക്ക പറയുമ്പോൾ പിന്നെ നമ്മളൊക്കെ എനിക്കിതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല, ഒന്നും ചെയ്യാനില്ല, വേറെ ഒന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് പോകാ. പിന്നെ നമ്മൾക്ക് പിന്നെ വേറെ എന്താ പറയേണ്ടത്. പ്രണയം എന്ന് പറയണത് എൻ്റെ കോൺസെപ്റ്റ് മഞ്ഞ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ MT സാറ് എഴുതിയത് തന്നെയാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പരിഭ്രമിക്കാനൊന്നുമില്ല, വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല, വെറുതെ കാരണമൊന്നുമില്ലാതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്.
പ്രോപ്പർ ആ വാചകങ്ങളാണെന്ന് എനിക്കറിയില്ല, ഏകദേശം ഇതാണ് ആ ഒരു തോട്ട്. ഇതാണ് എൻ്റെ പ്രണയത്തിനെ കുറിച്ച് ഇപ്പം എനിക്ക് പറയാനുള്ളത്. ഏകദേശം മനസ്സിലായല്ലോ ആരാണെന്താ ചോദിക്കണ്ട. അപ്പം അതാ എൻ്റെ ഒരു പ്രണയത്തിൻ്റെ കോൺസെപ്റ്റ് അങ്ങനെയാണ്. നമ്മുടെ ലൈഫിൽ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഉള്ളിൽ എപ്പോഴും പ്രണയമുണ്ട്. എനിക്ക് തോന്നുന്നു പ്രണയം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെപ്പോഴും ഹാപ്പിയാവും, നമ്മൾ പോസിറ്റീവാവും, എന്താ പറയുക, നമ്മൾ ഭയങ്കര ഇന്നസെൻ്റ് ആയിരിക്കും, നമുക്ക് കുറച്ച് എനർജി ഉണ്ടാവും. അപ്പോൾ തേപ്പ് കിട്ടിയതാണോ എന്ന് ചോദിക്കും. അപ്പോൾ തേപ്പ് എന്ന വാക്കോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു എന്നുള്ള വാക്കോ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. പ്രണയിച്ചു കൊണ്ടേയിരിക്കുന്നു, ആരോട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ അത്ഭുത ദ്വീപിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനയൻ സാർ ഇപ്പം വീണ്ടും അത്ഭുത ദ്വീപ് സെക്കൻഡ് പാർട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? വിനയൻ സാറിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. വിനയൻ സാറിനെ പോയി കണ്ട് സംസാരിച്ചു. അപ്പോൾ സാറ് നമുക്കൊരു നല്ല സാധനം ചെയ്യാടാ, ഇപ്പോൾ കുറച്ച് പടങ്ങളൊക്കെ ചെയ്യുന്നില്ലേ എന്നുള്ളൊരു സംഗതി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ അഭിലാഷ് പിള്ളയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പം മലയപ്പുറത്തിൻ്റെ തൊട്ട് മുൻപ് വരെ പുള്ളി എനിക്ക് പരിചയമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഞങ്ങളൊരു ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോഴും എടാ അത് നല്ലൊരു സംഭവം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും വളരെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. 10-20 വർഷത്തിന് ശേഷം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സിനിമയാണ് അത്ഭുത ദ്വീപ്. അപ്പോൾ അതിലിനിയൊരു നല്ലൊരു സ്പേസ്, നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ വളരെയധികം ആഗ്രഹമുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മുടെ ആദ്യത്തെ സിനിമയാണ് വിനയൻ സാറ്. ആ സിനിമ വീണ്ടും വരുമ്പം ലൈഫിൽ വല്ലാത്തൊരു അതെ വലിയൊരു ആഗ്രഹമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്ന വിചാരിക്കും. തിലകൻ സാർ ചോദിച്ച പോലെ എന്താണ് ഇന്ദുചൂടൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? ഒരുപാട് വലിയ പ്ലാനിങ്സുകളൊന്നും എന്തായാലും നടത്തുന്നില്ല. പ്ലാനിങ്സ് നടത്തുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിൽ സ്വപ്നമായിട്ട് സിനിമ അങ്ങനെ നിൽക്കുന്നുണ്ട്. സിനിമയിൽ ഒരു ആക്ടർ എന്ന രീതിയിൽ നിന്ന് ആദ്യം ഇപ്പോൾ വിചാരിക്കുന്നുള്ളൂ. ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ വാചകം തന്നെ, പരിമിതികൾക്കപ്പുറത്തേക്ക് വിജയകൃഷ്ണൻ പറഞ്ഞ ആക്ടറിനെ കൊണ്ട് എന്തൊക്കെ നിങ്ങളെപ്പോലത്തെ ഡയറക്ടേഴ്സ് ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും എന്തൊക്കെ ചെയ്യിക്കുമോ അതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു കാലത്ത് ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കഥാപാത്രങ്ങൾ മാത്രമാണ് ഇപ്പം എന്നെപ്പോലത്തെ ആക്ടേഴ്സിനെ തേടി വന്നിട്ടുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ചിന്തിച്ചു തുടങ്ങുന്ന കുറേ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കഥാപാത്രങ്ങൾ എന്നിലേക്ക് വരുമെന്ന് തന്നെ വിചാരിക്കുന്നത്. അവർ കൃത്യമായ സ്പേസും അല്ലെങ്കിൽ ആ സിനിമയിലൊരു എന്താ പറയുക ക്യാരക്ടറിൻ്റെ ഒരു വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഉള്ള അങ്ങനത്തെ കഥാപാത്രങ്ങൾക്കുള്ള കാത്തിരിപ്പാണ്. പിന്നെ പല കാര്യങ്ങളും മനസ്സിലുണ്ട്, ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ. അത് നമ്മുടെ എക്സ്പീരിയൻസ് എഴുത്തിലാണെങ്കിലും 1-2 ബിസിനസ് പ്ലാനുകളൊക്കെ മനസ്സിലുണ്ട്. പിന്നെ എല്ലാം സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സംഭവിക്കുന്നതെല്ലാം നല്ലതിനെന്ന് പറയില്ലേ. എന്തൊക്കെ പ്ലാൻ ചെയ്താലും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൽ വിഷമങ്ങളും വേദനകളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇൻ ഫ്യൂച്ചറും മേ ബി സംഭവിച്ചേക്കാം. അതെന്താണോ അവിടെ നിന്ന് തീരുമാനിക്കുന്നത് അതേപോലെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഒന്നിനെക്കുറിച്ചും വേവലാതികളില്ല. ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ആഗ്രഹം മനസ്സിലുള്ള ഒരു ഡ്രീം റോൾ അങ്ങനെ എന്തെങ്കിലും ഉള്ളിലുണ്ടോ? ഒന്നിലേറെ ഉണ്ട്. അത് ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ ഞാൻ പറഞ്ഞില്ല, കൃത്യമായിട്ടുള്ളൊരു സ്പേസ് ഉള്ള സഹനടൻ റോളുകൾ ചെയ്യണമെന്നുണ്ട്. നല്ല വില്ലൻ ക്യാരക്ടർ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഡെഫിനറ്റ്ലി നായകനാവാനും വെയിറ്റ് ചെയ്യും, താല്പര്യമുണ്ട്. അതെ, ഒരു സമ്പൂർണ്ണ ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നുള്ള നിലയ്ക്ക് അറിയപ്പെടാനായിരിക്കും താല്പര്യം. കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, അതൊക്കെയുള്ള ആൾക്കാർ വേറെ എന്താ പറയുക, അതൊന്നുമില്ല. ഈ ഞാൻ പറഞ്ഞില്ല, ഡെഫിനീഷൻസ് ഒന്നുമില്ല. അയാളൊരു നല്ല നടനാണ്, പറ്റുന്ന വേഷങ്ങളൊക്കെ ചെയ്യണം, അത്ര ആഗ്രഹിക്കുന്നുള്ളൂ. അയാളൊരു നല്ല നടനാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. വിജയകൃഷ്ണൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, അയാളൊരു നല്ല മനുഷ്യനാണ് എന്ന് പറയിക്കണം അല്ലെങ്കിൽ പറയിപ്പിക്കണം എന്ന്. അല്ലാണ്ട് തന്നെ പലതും ഞാൻ പറയിപ്പിക്കാറുണ്ട്. ഇത് കൂടുതൽ ആളുകൾ പറയണം എന്ന് ആഗ്രഹമുണ്ട്. അതാണ് മെയിൻ ആഗ്രഹം. അതെ, എന്തായാലും മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. ഇത്രയും നേരം നമ്മളോട് സമയം ചിലവഴിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. തിരിച്ചും ആശംസകൾ. അതേപോലെ ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്ന് സംസാരിക്കാൻ ക്ഷണിച്ചതിനുള്ള പ്രത്യേക സ്നേഹവും അറിയിക്കുന്നു.
കഴിച്ചു.